നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് പ്രതിസന്ധികളിൽ മാസങ്ങളായി വിദേശത്ത് കുടുങ്ങി ഒടുവിൽ നാട്ടിലേക്ക് വഴി തുറന്നുവെങ്കിലും അവസാന നിമിഷം യാത്ര മുടങ്ങിയ മലയാളി നഴ്സുമാരുടെ കഥയാണ് പറയുന്നത്. ഏറെ സങ്കടമേറുന്ന വസ്തുത തന്നെയാണ് ഇത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് റിയാദിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിൽ യാത്രയ്ക്ക് എത്തിയതായിരുന്നു നവാമി ജനറൽ ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സുമാരായ ജിജി എബ്രഹാം, മെർലിൻ, ബിൻസി എന്നിവർ 3 മാസം മുമ്പ് നാട്ടിൽ പോകുവാൻ എക്സിറ്റ് അടിച്ച യാത്രയ്ക്ക് ഒരുങ്ങുന്ന സമയത്താണ് കോവിഡ് കാരണം ഇവരുടെ യാത്ര മുടങ്ങിയത്. വന്ദേ ഭാരത് മിഷൻ യാത്രയ്ക്ക് ഇന്ത്യൻ എംബസിയിൽ നിന്ന് ഇവർക്ക് അനുമതി ലഭിക്കുകയും ചെയ്തു. എന്നാൽ ഇവരുടെ എക്സിറ്റ് കാലാവധി മെയ് 16 കഴിഞ്ഞു. അതിനാൽ യാത്രയ്ക്ക് മുമ്പ് 1000 റിയാൽ അടച്ച് എക്സിറ്റ് പുതുക്കുവാനും നിർദ്ദേശം ലഭിച്ചിരുന്നു. ഈ വിവരം ഇവർ അപ്പോൾ തന്നെ ആശുപത്രി അധികൃതരെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ അതിന്റെ ആവശ്യമൊന്നുമില്ലെന്നും യാത്രയ്ക്ക് ഒരു വിധത്തിലുള്ള തടസ്സം ഉണ്ടാവില്ലെന്നും അവർ വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ ഞായറാഴ്ച രാവിലെ 7 മണിയോടുകൂടി റിയാദ് എയർപോർട്ടിൽ എത്തിയപ്പോൾ എയർ ഇന്ത്യ ബോർഡിംഗിൽ പാസ് നൽകുകയും ലഗേജുകൾ സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്നാൽ സൗദി എമിഗ്രേഷൻ വിഭാഗം എക്സിറ്റ് വിസ കാലാവധി കഴിഞ്ഞെന്നും പുതുക്കിയാൽ മാത്രമേ യാത്ര ചെയ്യാൻ കഴിയുകയുള്ളൂന്നുമാണ് പറഞ്ഞത്. അതും വിമാനം പറന്നു വരുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ്. ഉടൻ തന്നെ ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെടുകയും വളരെ വേഗത്തിൽ സദാദ് പോയിന്റ് വഴി പിഴ അടച്ച് എക്സിറ്റ് വിസ പുതുക്കുകയും ചെയ്തു. എക്സിറ്റ് പുതുക്കിയ മെസ്സേജ് വന്ന എയർ ഇന്ത്യ കൗണ്ടറിൽ എത്തിയപ്പോഴേക്കും സമയം കഴിഞ്ഞെന്നും ഇനി ഒരു കാരണവശാലും യാത്ര ചെയ്യാൻ കഴിഞ്ഞില്ലെന്നുമാണ് ജീവനക്കാർ പറഞ്ഞത്. അവിടെ നിൽക്കാതെ പുറത്തു പോകുവാൻ ആവശ്യപ്പെടുകയും ലഗേജുകൾ മടക്കി നൽകുകയും ചെയ്തു. താണു കീണ് അപേക്ഷിച്ചിട്ടും എയർ ഇന്ത്യ ജീവനക്കാരുടെ മനസ്സലിഞ്ഞില്ല എന്ന് തന്നെയാണ് ഈ നഴ്സുമാർ വ്യക്തമാക്കുന്നത്. അവർ ബോർഡിംഗ് പാസ് തിരിച്ചു വാങ്ങി കീറി എറിഞ്ഞെന്നാണ് നഴ്സുമാരിൽ ഒരാൾ വ്യക്തമാക്കിയത്. സാമൂഹ്യ പ്രവർത്തകർ പറഞ്ഞു നോക്കിയിട്ടും എയർ ഇന്ത്യ ഈ കടുംപിടുത്തം തുടർന്നെന്നാണ് വ്യക്തമാവുക. 300 കിലോമീറ്റർ അകലെയുള്ള ദവോവിയിൽ നിന്നാണ് ഇവർ റിയാദിലേക്ക് എത്തിയത്. ഇനി അങ്ങോട്ട് മടങ്ങിപ്പോകാനാകാത്ത ഒരു സ്ഥിതിയാണുള്ളത്. അടുത്ത യാത്ര വരെ റിയാദിൽ തുടരാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി സാമൂഹ്യ പ്രവർത്തകരായ ഷിബാഹ് കൊട്ടുകാട്, മജീദ് ചിങ്ങോലി തുടങ്ങിയ ആളുകൾ രംഗത്തുണ്ട്. താനും ഇവർക്ക് വേണ്ട ഭക്ഷണവും താമസവും എല്ലാം ഏർപ്പാടാക്കി കഴിഞ്ഞു. അടുത്ത വിമാനത്തിൽ യാത്ര ശരിയാക്കാനുള്ള ശ്രമവും സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിക്കഴിഞ്ഞു. എന്തായാലും ഈ കോവിഡ് കാലത്ത് പ്രത്യേകിച്ച് കൃത്യമായി പണമെല്ലാം അടയ്ക്കുകയും എന്നാൽ ചെറിയൊരു സമയത്തിന്റെ പ്രശ്നം കൊണ്ട് തന്നെ ഇത്തരത്തിൽ എയർ ഇന്ത്യ കാണിക്കുന്നത് വലിയ രീതിയിലുള്ള കുറ്റകരം തന്നെയാണെന്നാണ് പറയാനുള്ളത്. കാരണം വലിയ എമർജൻസികൾക്കായി പ്രത്യേകിച്ച് VIP ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരുപക്ഷെ എല്ലാ സമയക്രമങ്ങളും തെറ്റിച്ച് മണിക്കൂറുകളോളം കാത്തു നിൽക്കാറുള്ള ഒരു അവസ്ഥ എയർ ഇന്ത്യക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ നടുറോഡിൽ അത്തരമൊരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ എല്ലാവിധത്തിലുള്ള പേപ്പറുകളും ഉണ്ടായിട്ടും ഈ കോവിഡ് കാലത്ത് ഈ നഴ്സുമാരോട് കാണിച്ചത് വലിയ അനീതിയായി തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.